ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 20-ാം തീയതി മുതൽ വിതരണം ചെയ്യും. ഇതിനാവശ്യമായ തുക അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ക്ഷേമ പെൻഷനായി സർക്കാർ ഇതുവരെ നൽകിയത് 38,500 കോടി രൂപയാണ് എന്ന് ധനമന്ത്രി പറഞ്ഞു. UDF സർക്കാർ 5 വർഷത്തിൽ നൽകിയത് 9,011 കോടി രൂപയാണെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. KR സാജു, മന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പ്രധാനമായും എന്താണ് പറയുന്നത്? 62 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1,600 രൂപയാണ് പെൻഷനായി ലഭിക്കുക. ഈ മാസത്തെ പെൻഷനാണ് 20-ാം തീയതി മുതൽ വിതരണം ചെയ്യുന്നത്. ഇനിയും കുടിശ്ശിക ബാക്കി നിൽക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് അതാത് മാസത്തെ അപ്പോൾ തന്നെ കൊടുക്കുകയും കുടിശ്ശിക ഇടയ്ക്ക് കൊടുക്കുകയും ചെയ്യുക എന്ന രീതിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഈ സർക്കാരിന്റെ 4 വർഷ കാലയളവിൽ 38,500 കോടിയോളം രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി ചെലവഴിച്ചു എന്നാണ് ധനമന്ത്രി വിശദീകരിക്കുന്നത്. 2016-21 LDF സർക്കാരിന്റെ കാലത്ത് UDF ഭരണകാലത്തെ 18 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 35,154 കോടി രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തു എന്ന പഴയ വാദം വീണ്ടും ധനമന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് 9 വർഷം കൊണ്ട് 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി 73,654 കോടി രൂപ നൽകി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. 2011 മുതൽ 16 വരെയുള്ള UDF സർക്കാരിന്റെ കാലത്ത് 9,011 കോടിയാണ് ക്ഷേമ പെൻഷനായി ആകെ നൽകിയത്. ഇത് കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിലാണ് ക്ഷേമ പെൻഷൻ ഇത്തരത്തിൽ കൊടുക്കുന്നത് എന്ന കാര്യം കൂടി ധനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അജി.